നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ജിയോഗ്രഫിയിലെ ഭൂമിയുടെ ഘടനയെ പറ്റിയാണ്. SCERT ബേസ് ചെയ്തിട്ടാണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പം ക്ലാസ്സിലേക്ക് പോകാം. ഭൂമിയുടെ ആന്തരിക ഘടനയെപ്പറ്റി പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുന്ന ഈ ഭാഗമാണ് ഭൂമിയുടെ ഉപരിതലം എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലേക്ക് അന്തരീക്ഷം, ബഹിരാകാശം അങ്ങനെ പോകുന്നു. നമുക്ക് അന്തരീക്ഷത്തെപ്പറ്റിയും ബഹിരാകാശത്തെപ്പറ്റിയും കൂടുതൽ അറിവുകൾ നമുക്ക് നേരിട്ട് അറിയാം. അതായത് ചന്ദ്രനിൽ വരെ മനുഷ്യന് എത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഭൂമിയുടെ ഉള്ളിലേക്ക് നമുക്കിതുവരെ എത്തിച്ചേരാനോ അതിൻ്റെ നേരിട്ടുള്ള ധാരണ നമുക്കിതുവരെ ഇല്ല. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെയും ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം ഇവയൊക്കെ വഴിയാണ് നമുക്ക് ഭൂമിയുടെ ആന്തരിക ഘടനയെപ്പറ്റി കുറച്ചൊക്കെ ധാരണ കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ഭൂമിയുടെ ആന്തരിക ഘടന. 3 പാർട്ടാണുള്ളത്: ക്രസ്റ്റ്, മാൻറ്റിൽ, കോർ. ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ക്രസ്റ്റ്, പിന്നെ മാൻറ്റിൽ, പിന്നെ കോർ, അങ്ങനെയാണ്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ്. ഭൂമിയുടെ താരതമ്യേന ഏറ്റവും നേർത്ത പുറന്തോടാണ്. ഏകദേശം 40 കിലോമീറ്റർ കനമുണ്ട്. പിന്നെ ഇതിൽ 2 ഭാഗങ്ങളുണ്ട്: വൻകര ഭൂവൽക്കമുണ്ട്, സമുദ്ര ഭൂവൽക്കമുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൻകര ഭൂവൽക്കം. അതായത് ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിയാൽ. സിലിക്ക, അലുമിനിയ എന്നീ ധാതുക്കൾ കൂടുതലായി കാണുന്നതുകൊണ്ടാണ് സിയാൽ എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് സമുദ്ര ഭൂവൽക്കം. ഇതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിമ. അതായത് സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ കൂടുതലായി കാണപ്പെടുന്നതുകൊണ്ടാണ് ഇതിനെ സിമ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് മാൻറ്റിൽ. ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. 2 പാർട്ടുണ്ട്: ഉപരിമാൻറ്റിൽ, അധോമാൻറ്റിൽ. ഫസ്റ്റ് വൺ ഉപരിമാൻറ്റിൽ. ഉപരിമാൻറ്റിൽ സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായതുകൊണ്ട് ഈ പാളി ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഉപരിമാൻറ്റിൽ തൊട്ട് താഴെയായിട്ടാണ് അധോമാൻറ്റിൽ വരുന്നത്. ഈ പാളിയിൽ പദാർത്ഥങ്ങൾ ദ്രാവക അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് കാമ്പ് അഥവാ കോർ. ഇത് ഭൂമിയുടെ കേന്ദ്ര ഭാഗമാണ്. 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെയാണ് കനം വരുന്നത്. ഇത് 2 ഭാഗങ്ങളുണ്ട്: പുറക്കാമ്പും അകക്കാമ്പും. പുറക്കാമ്പ് ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അകക്കാമ്പ് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. കാരണം ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലമാണ് ഇങ്ങനെ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നത്. പിന്നെ കാമ്പ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നിഫെ. അതായത് നിക്കൽ, ഇരുമ്പ് എന്നീ ധാതുക്കളാൽ നിർമ്മിതമായതുകൊണ്ടാണ് നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്നത്.